ഫുട്ബോൾ കണ്ട ഇതിഹാസ പരിശീലകരിൽ ഒരാളായ സർ അലക്സ് ഫെർഗൂസൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വൺസ് യു ബിഡ് ഫെയർവെൽ ടു ഡിസിപ്ലിൻ യു സേ ഗുഡ് ബൈ ടു സക്സസ്. അതെ, അച്ചടക്കം എന്ന വാക്കിനോട് നിങ്ങൾ എന്നാണോ ഗുഡ് ബൈ പറയുന്നത്, അന്ന് വിജയം നിങ്ങളോടും ഗുഡ് ബൈ പറയും. അച്ചടക്കം എന്ന വാക്കിനോട് ഗുഡ് ബൈ പറയാത്ത, വിജയങ്ങൾ രുചിച്ച, കേരള ക്രിക്കറ്റിൻ്റെ ഭീഷ്മാചാര്യർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പരിശീലകനാണ് ഇന്ന് നമ്മളോടൊപ്പം ബൗണ്ടറി ബസ് ചാനലിൽ അതിഥിയായി എത്തുന്നത്. സ്വാഗതം പി ബാലേന്ദ്രൻ സാർ. താങ്ക് യു സർ. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്നാണ് പറയാറ്. റോമ സാമ്രാജ്യം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല. പി ബാലേന്ദ്രൻ എന്ന ബ്രാൻഡ് നെയിം ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടുത്ത ഒന്നല്ല. അത് വർഷങ്ങളായിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ ഡിസിപ്ലിൻ എന്ന വാക്ക് അതതിൻ്റെ പൂർണ്ണ നിഷ്ഠയിൽ ചേർത്തപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു സാർ ഈ 50 വർഷക്കാലത്തെ ഒരു ക്രിക്കറ്റിംഗ് ജേണിയെ? 50 വർഷത്തെ ഒക്കെ ജേണി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ തുടങ്ങുന്ന സമയത്ത് നമ്മൾ 50 വർഷമൊന്നും നമ്മുടെ മനസ്സിലില്ല. അപ്പം നമ്മൾ അന്ന് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് എന്നെ ആരും നിർബന്ധിച്ചിറക്കിയതല്ല ഈ രംഗത്ത്. എനിക്ക് സന്തോഷത്തോടു കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചതാണ്. അത് കാരണം കൊണ്ടൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് ചേർന്ന ക്ലബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഇതുപോലെ തന്നെയാണ്. നമ്മൾ നിയമം കൊണ്ടല്ലാതെ തന്നെ അവിടുത്തെ ആ ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് പ്രാക്ടീസിന് വരിക, മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക, തമ്മിൽ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളില്ലാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് നമ്മൾ ഗ്രൗണ്ടിൽ പെരുമാറി ശീലിച്ചത്. അപ്പോൾ ആ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിൻ്റെ ആ സംസ്കാരമാണ് എന്നെ വളർത്തിയതും എന്നെ ഈ ഗെയിമിൽ ഇത്രത്തോളം നാൾ പിടിച്ചു നിർത്തിയതും എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നമ്മൾ പറയില്ലേ, നല്ല സ്കൂളിംഗ് ഉണ്ടായാൽ നാച്ചുറലി ഒരു നല്ല കരിയർ പ്രതീക്ഷിക്കാമെന്ന് പറയുന്ന പോലെ എനിക്ക് നല്ലൊരു സ്കൂളിംഗ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സാർ, നമ്മളിപ്പം ഈ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അത് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് സാറിൻ്റെ ക്രിക്കറ്റിംഗ് ജേണിയിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് മാതാപിതാക്കന്മാരുടെയും അല്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു പിന്തുണ ചില ആളുകൾക്കെങ്കിലും കിട്ടിയിട്ടില്ല. ഇന്ന് അവരൊക്കെ പറയാറുണ്ട്, അന്ന് ഞങ്ങളെ പിന്തുണച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആയി മാറിയേനെന്ന്. സാറിനെ സംബന്ധിച്ച് സാറിന് അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? സാറിന് കുടുംബത്തിൽ നിന്ന് വളരെയധികം പിന്തുണ കിട്ടി. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തെ കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ, അവർ തന്ന ഒരു സപ്പോർട്ടൊക്കെ? വളരെ നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ പെർഫോമൻസിനൊക്കെ വളരെയധികം അവർ സന്തോഷിച്ചിരുന്നു, അതിനൊന്നും സംശയമില്ല. ഈവൻ പരാജയങ്ങൾ വന്നാൽ പോലും ഇതൊന്നും അവസാനമല്ല, ഇനിയും വിജയത്തിനുള്ള ശ്രമം തുടരുക എന്നുള്ള ആ രീതിയിലുള്ളൊരു മോട്ടിവേഷനൊക്കെ തന്നുകൊണ്ടിരുന്നൊരു കുടുംബമായിരുന്നു എൻ്റേത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു സ്കോപ്പ് അറിയില്ലായിരുന്നു. അതാണൊരു പരിമിതിയായിട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ കാലത്തുണ്ടായിരുന്നു. അന്ന് കളിച്ചിരുന്ന എല്ലാവരെയും സംബന്ധിച്ചോളം ഒരു രസത്തിന് കളിക്കുക എന്നുള്ളത് കവിഞ്ഞ് ഇതൊരു കരിയറായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി ആരും ആലോചിച്ചിട്ടില്ല വാസ്തവം പറഞ്ഞാൽ. ഇൻക്ലൂഡിങ് ഇപ്പോൾ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിൽ അന്നത്തെ ഏറ്റവും തലയെടുപ്പുള്ള ക്രിക്കറ്റർ രവിയച്ചനായിരുന്നു. അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവണം എന്ന് വിചാരിച്ച് ജീവിച്ച ആളല്ല. അദ്ദേഹം എൻജോയ് ചെയ്തു കളിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ മറ്റ് കുറച്ച് ക്വാളിറ്റീസും കൂടെ ആവശ്യമായിട്ട് വരും. ഓഫ്കോഴ്സ് ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം അവിടെ അടിത്തറയായിട്ട് അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ, എത്രത്തോളം വളരാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാവുന്നൊരു സിറ്റുവേഷനുണ്ട്. അതിനെ ഒരു സെൽഫ് റിയലൈസേഷനായിട്ട് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലരും പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇന്ന കഴിവുകളുണ്ട്, അതുകൊണ്ട് കളയരുത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആ ഒരു ഉപദേശങ്ങൾ ആ രീതിയിൽ ഇവിടെ കളി പറഞ്ഞു കൊടുക്കൽ എന്നുള്ളതൊരു വശമാണ്. അത് കഴിഞ്ഞാൽ ഒരു മെൻറ്ററിങ് എന്ന് പറഞ്ഞൊരു സൈഡുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്. മെൻറ്റർ ചെയ്യാനാണ് കൂടുതൽ മെനക്കെടുന്നത്. ടെക്നിക്കിൻ്റെ കൂടെ തന്നെ ആ ടെക്നിക്കൽ ബേസ് വേണമെന്നുണ്ടെങ്കിലും പിന്നെ അത് മെൻറ്റർ ചെയ്ത ഒരാളുടെ കഴിവുകൾ എത്രയുണ്ട്, എവിടെ വരെ വളരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളത് ആ വ്യക്തിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അതിന് ആ രീതിക്ക് എങ്ങനെ അതിൻ്റെ ഒരു ട്രാക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രൊഫഷണലിസം ഗൈഡൻസും ഒക്കെ വന്നിട്ടുള്ളത് വളരെ ലേറ്റർ ഓണാണ്. അതിനൊരു പക്ഷേ അതൊരു പയനീർ ചെയ്ത് ഞാനാണെന്ന് ഞാൻ സ്വയം അവകാശപ്പെട്ട കുറച്ച് അധികമാവും. എങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞാൽ വാസ്തവമാണ്, കേരളത്തിൽ അന്നൊരു സമ്പ്രദായം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ബാലമണ്ഡി സാറ് വളരെ മികച്ചൊരു കോച്ചായിരുന്നു, സംശയമില്ല. എനിക്ക് ആദ്യകാലത്ത് അദ്ദേഹമാണ് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു പ്രൊഫഷണൽ കോച്ച്. നല്ല പ്ലെയറുമായിരുന്നു, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സൊക്കെ അത്രയും അസാമാന്യമായ റെക്കോർഡ്സാണ് ആ കാലത്ത് പോലും. പക്ഷേ ബാലമണ്ഡി സാറ് പോലും ഈ പഠിപ്പിക്കൽ അല്ലാതെ ഒരു പ്ലെയറെ സംസാരിച്ച് മെൻറ്റർ ചെയ്തൊരു മോൾഡിങ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് പോകാറില്ല. കാരണം അന്നങ്ങനെ ഉണ്ടെന്നൊരു പക്ഷേ ആർക്കും അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ ഈ ചെന്നൈ പോയി കളി തുടങ്ങിയ ശേഷമാണ് ഇതിനൊരു വ്യത്യസ്തമായൊരു മുഖമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നതും
ഓക്കെ, അപ്പം തന്നെ എനിക്ക് പക്ഷേ കുറച്ച് ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് മുന്നോട്ട് പോയി എന്ന് പറയാം. ഇപ്പോൾ 18ഉം 19 വയസ്സിലും വൈഭവ് സൂര്യവംശിയുടെയൊക്കെ കാലമാണ് ഇപ്പോൾ. അന്നത്തെ സംബന്ധിച്ചോളം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് 24 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും അഫ്കോഴ്സ് എന്നിട്ടും എനിക്ക് അവിടുന്ന് കുറേ അനുഭവങ്ങളുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കുറേ കൂടെ മുന്നോട്ട് പോകാനൊക്കെ പറ്റിയെങ്കിൽ തന്നെയും അവിടെയാണ് ഞാൻ ഈ പല ക്ലബ്ബുകളിലും നല്ല മെൻറ്റേഴ്സ് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വന്ന് ഇവിടെ എൻ്റെ ജൂനിയേഴ്സ്, ഞാൻ പിന്നീട് കളി നിർത്തി കോച്ചായ ശേഷം ആ കോച്ചിങ് കരിയറിൽ ഞാനിത് വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഈ മെൻറ്ററിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു മെൻറ്റർ കോച്ച് ശ്രീ NS കൃഷ്ണൻ, അന്തരിച്ച NS കൃഷ്ണനാണെന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ കേരള ക്രിക്കറ്റിനുള്ള കോൺട്രിബ്യൂഷൻ വളരെ മികച്ചതായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പിന്തുണയും അവരുടെയൊക്കെ ഒരു ഉപദേശങ്ങളും ഒക്കെ എന്നെ മുന്നോട്ട് നയിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇപ്പം സാർ പറഞ്ഞ ആ ഉത്തരവായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. രവിയച്ചൻ എന്നുള്ളൊരു പേര് പറഞ്ഞു. തീർച്ചയായിട്ടും സാറുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ്. ഇപ്പം സാധാരണ അമ്മാവന്മാരൊക്കെ നമ്മൾ വളരെ പേടിയോടും ബഹുമാനത്തോടും കൂടിയൊക്കെ കാണുന്ന ഒരു തലമുറയായിരുന്നു അന്നൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറിന് ഈ രവിയച്ചൻ എന്ന് പറയുന്ന ആൾ ക്രിക്കറ്റ് നമുക്ക് പഠിച്ച് വളരെ അല്ലെങ്കിൽ പഠിച്ച് മുമ്പോട്ട് പോവുക എന്നൊക്കെ ഉപദേശിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ് ക്രിക്കറ്റ് ബാറ്റുമായിട്ട് നേരെ തൃപ്പൂണിത്തുറയിൽ പൊക്കോ അല്ലെങ്കിൽ അദ്ദേഹം തന്നൊരു പിന്തുണ. രവിയച്ചൻ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓർമ്മകൾ എന്താണ്? അങ്ങേയറ്റം അച്ചടക്കത്തോടെ കളിയെ സമീപിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിൻ്റെ രീതി തന്നെ വളരെ ഡിഫറെൻ്റാണ്. അദ്ദേഹം എപ്പോഴും പറയും നമ്മൾ മാച്ച് കളിക്കുന്ന അതേ ഗൗരവത്തോടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ പൊതുവേ അദ്ദേഹം ആരെയും കോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും വിളിച്ച് ഉപദേശിക്കാനോ അദ്ദേഹം പോകാറില്ല. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു പഴയ കാലത്ത്. താങ്കൾ പറഞ്ഞ പോലെ അന്നത്തെ അമ്മാവന്മാരുടെ അകലം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എനിക്കും അദ്ദേഹത്തിന് അങ്ങനെ തന്നെയായിരുന്നു. വാസ്തവം എനിക്ക് ചെറിയൊരു ഭയം കലർന്ന ബഹുമാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹമായിട്ട് മൂവ് ചെയ്യാൻ ആദ്യകാലത്തൊന്നും ഒട്ടും ശ്രമിച്ചിട്ടില്ല, അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ രീതികളും അദ്ദേഹത്തിൻ്റെ ചര്യകളും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ താമസിക്കുക, ഒരേ വീട്ടിൽ താമസിക്കുന്ന സമയത്തുമൊക്കെ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കോച്ചിങ് എന്ന ലെവലിൽ അദ്ദേഹം ചെയ്യാറില്ല. കാരണം അദ്ദേഹം ഒരു സെൽഫ് മെയ്ഡ് ക്രിക്കറ്ററാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും ഇത് അവനോ വേണമെന്ന് വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പോവാറ്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നമുക്ക് ധാരാളം പഠിക്കാനുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു ലേണിംഗ് രവിയച്ചൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെവർ സ്മോക്ക്, ഈ നെവർ ഡ്രങ്ക്, അങ്ങനെയുള്ള യാതൊരു പരിപാടികളും ഇല്ല. അത് കാരണം കൊണ്ട് അദ്ദേഹം വളരെയധികം ലാസ്റ്റ് ചെയ്തൊരു ക്രിക്കറ്ററാണ് ക്രിക്കറ്റിൽ. കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു അദ്ദേഹത്തിൻ്റെ 60th ബർത്ത്ഡേക്ക് പോലും അദ്ദേഹം ഇവിടെ ഒന്ന് മാച്ച് കളിക്കുകയുണ്ടായി. അപ്പോൾ അത്രയും ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. അത് എല്ലാ കളിയും കളിച്ചിരുന്ന ആളാണ്. ക്രിക്കറ്റ് അല്ലാതെ ഫുട്ബോളും ടെന്നീസും എന്ത് കളിച്ചാലും അതിലൊരു എബോവ് ആവറേജ് ആയിരുന്നു. സാർ, നമ്മൾ നേരത്തെ രവിയച്ചൻ്റെ കാര്യം പറഞ്ഞു. രവിയച്ചൻ്റെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസാണ് സാറിൻ്റെ ജീവിതത്തിൽ ഫാദർ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബും ഫാദറും അതുമായിട്ട് ബന്ധപ്പെട്ട കളി ഓർമ്മകളും ഒക്കെ ഒന്ന് പറയാമോ? അച്ഛനൊരു ബാങ്ക് പ്രൊഫഷണലായിരുന്നു. എങ്കിൽ പോലും അച്ഛന് ഭയങ്കര ഒരു പാഷനേറ്റ് ക്രിക്കറ്ററായിരുന്നു. അതുപോലെ ടെസ്റ്റ് മാച്ചുകൾ വരുമ്പോൾ ചെന്നൈയിൽ കാണാൻ പോകാറുണ്ട്. അന്ന് ഇവിടെ നിയറസ്റ്റ് വെന്യൂ അന്നത്തെ മദ്രാസാണ്. അദ്ദേഹം പോയി ടെസ്റ്റുകൾ കാണാറുണ്ട്. തിരിച്ചു വന്ന് അതിൻ്റെ കളികളുടെ വിവരണങ്ങളൊക്കെ തരും. നമുക്കിവിടെ റേഡിയോയിൽ കേൾക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ഒരു ആവേശം കയറ്റിത്തരുന്ന ഒരു അച്ഛനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ ഗ്രൗണ്ടിൽ വരാറുണ്ട്. അച്ഛൻ പ്ലെയറും ആയിരുന്നു, അതിൽ കൂടുതൽ ക്ലബിൻ്റെ ഒരു സജീവമായിട്ടുള്ളൊരു ഓർഗനൈസറായിരുന്നു ഇവിടുത്തെ. അങ്ങനെ എല്ലാം കൂടെ എനിക്ക് ഒരു ക്ലബിൻ്റെ ഗ്രൗണ്ടിൽ കയറാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വളരെ ചെറിയ കാലത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഒരു ഫസ്റ്റ് ഇപ്പോൾ 1951 പൂജ ക്രിക്കറ്റ് വിൻ ചെയ്ത സമയത്തൊക്കെ ടീമിൻ്റെ വിക്കറ്റ് കീപ്പറായിട്ടൊക്കെ അച്ഛനായിരുന്നു അന്നത്തെ. 1951 പൂജ ക്രിക്കറ്റ് തുടങ്ങിയ ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എൻ്റെ ഫാദറുണ്ട്. അപ്പോൾ അത്രയും ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരാളാണ് അച്ഛന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായ പ്രഷർ കാരണം കൊണ്ടും ഒരു പക്ഷേ അതൊരു കരിയറായിട്ട് എടുക്കാനുള്ള ഒരവസ്ഥ അന്നില്ലാതിരുന്നുകൊണ്ടൊക്കെ ആ വഴിക്ക് അങ്ങ് പോയില്ല. പക്ഷേ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്തിരുന്നത് ഇവിടെയുള്ള നല്ല മാച്ചുകളുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കാണിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ എറണാകുളത്തും കൊച്ചിയിലൊക്കെ രഞ്ജി ട്രോഫി മാച്ചുകൾ നടക്കുന്ന സമയത്ത്
അത് കാണാനായിട്ട് കൊണ്ടുപോകും. അമ്മാവൻ കളിക്കാറുണ്ട് ടീമിൽ, പക്ഷെ അമ്മാവൻ്റെ കൂടെ പോലെ നടക്കില്ല, അദ്ദേഹം പ്ലെയറാണ്. അപ്പോൾ അച്ഛൻ അവിടെ കൊണ്ടുപോയിട്ട് കളികൾ കാണിക്കാറുണ്ട്. ഞാനിപ്പോഴും ഫോർട്ട് കൊച്ചിയിലൊരു രഞ്ജി ട്രോഫി തമിഴ്നാടും കേരളവുമായിട്ടുള്ള മാച്ചിന് അന്നത്തെ ഇന്ത്യൻ പ്ലെയേഴ്സായിരുന്നു CD ഗോപിനാഥ്, പിന്നെ ഒരു മിൽഖ സിംഗ്, അവർ രണ്ടുപേരും 100 അടിച്ച് സെഞ്ചുറി അടിച്ച മത്സരം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തൃപ്പൂണിത്തുറ പാലസ് ഓവലിൽ ബാലൻ പണ്ഡിറ്റ്, ദേവരാജൻ തുടങ്ങിയവരുടെ ബാറ്റിംഗ് പ്രകടനങ്ങൾ, അതുകൂടാതെ പിന്നീട് കോയമ്പത്തൂരിൽ നിന്ന് ടീമുകൾ വന്നു തുടങ്ങിയപ്പോൾ ഒരു R രാഘവൻ എന്ന് പറഞ്ഞ ഒരു മിടുക്കനായ വളരെ പ്രശസ്തനായ ഒരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു. അന്നിവിടെ കളി കാണാൻ നിറയെ ക്രൗഡാണ്. അന്നത്തെ ഇത് ഇപ്പോഴത്തെ ഒരു കാലം പോലെയല്ല. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടും അതുമാതിരി മതിലുമൊക്കെ പാക്ഡ് ക്രൗഡാണ് പൂജ ക്രിക്കറ്റിന്. അന്ന് ക്രൗഡ് ആവശ്യപ്പെടുന്ന സമയത്ത് 6 അടിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അദ്ദേഹം, R രാഘവൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ബാല്യകാല സ്മരണകളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഓരോ ഇതുപോലെ ഈ കണ്ട മത്സരങ്ങളുടെയൊക്കെ ഒരു ആവേശം, അന്ന് TV ഇല്ലാത്തതുകൊണ്ട് അത് നേരിട്ട് കണ്ടിട്ടുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കരിയർ മുന്നോട്ട് ഉള്ള പ്രയാണം ആരംഭിക്കുന്നത്. ഇപ്പം അവർ അച്ഛനുമായിട്ടുള്ള കളി ഓർമ്മകൾ പറഞ്ഞു. അപ്പം എന്നാണ് കയ്യിലൊരു ബാറ്റ് എടുത്ത് നമുക്കിതിനൊരു പ്രൊഫഷനായിട്ട് കണ്ടു തുടങ്ങാമെന്ന് ചിന്തിച്ചു തുടങ്ങിയത്? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഞാൻ കളിച്ചിരുന്നു. എപ്പോഴാണെങ്കിലും ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഞാൻ കേട്ടറിവല്ലേ, എനിക്ക് സ്വന്തമായിട്ട് അറിയില്ലല്ലോ. അന്ന് എന്നോട് എന്നെപ്പറ്റി എല്ലാവരും പറയാറ്, കൊച്ചുകുട്ടിക്കാലത്തെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇവിടുത്തെ ഇങ്ങനെ കാണിക്കേണ്ട സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയും. എപ്പോഴും ഷോർട്സ് കാണിച്ചുകൊണ്ട് നടക്കുന്നൊരു ചെറിയ ഭ്രാന്ത് അന്ന് തൊട്ടേ ഉണ്ടെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിൽ 1968 ഈ പാലസ് ഓവലിൽ പൂജ ക്രിക്കറ്റ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബ് വിൻ ചെയ്തു. അത് ഒരാളും വിചാരിക്കാത്തൊരു ചരിത്രമായിരുന്നു. അതിന് മുമ്പ് ജയിച്ചിട്ടുണ്ട് പലതവണ. പക്ഷേ 1968 മുമ്പ് പലതവണയും നമ്മൾ എവിടെ എത്താതെ പോയിരുന്ന സമയത്ത് 68 അന്നത്തെ ഏറ്റവും നല്ല പ്രൊഫഷണൽ ടീം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളത് FACT ആയിരുന്നു. FACTക്ക് വളരെ നല്ല ടീമുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഈ ബാലൻ പണ്ഡിറ്റ്, ദേവരാജൻ തുടങ്ങി എല്ലാവരും അവർക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നത്, ഇൻക്ലൂഡിങ് JK മഹേന്ദ്ര എന്ന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വളരെ യങ്ങായിട്ട് അന്നത്തെ FACT ടീമിനുണ്ട്. പക്ഷേ ആ ടീമും തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബും ഫൈനലിൽ വന്ന സമയത്ത് എല്ലാവരും വിചാരിച്ച FACT കപ്പ് കൊണ്ടുപോകുന്നതാണ്. കപ്പ് കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, FACTയെ 34 റൺസിന് ഓൾ ഔട്ടാക്കി. ഇപ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറ ഫൈനലിൽ നടന്നിട്ടുള്ള ഇന്നത്തെ ചരിത്രം 75 കൊല്ലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ അതെ ഷോർട്ട് ഫൈനലായിരുന്നു. എല്ലാ ഹോൾ മാച്ച് 12:30 ആയപ്പോഴേക്കും കഴിഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് പക്ഷേ ഇവിടെ തൃപ്പൂണിത്തുറയിലത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ ഒരു ആവേശം ചെറുതൊന്നുമല്ല. ഇത്രയും നല്ലൊരു FACT ടീമിനെ 34 ഓൾ ഔട്ടാക്കിയിട്ട് തൃപ്പൂണിത്തുറ തിരിച്ചടിച്ച് ഈസിയായിട്ട് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. ഒരു പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചു എന്ന് പറയുന്ന പോലെയായിരുന്നു അന്നത്തെ കാലത്ത് ഇവിടുത്തെ ആളുകളുടെ ഒരു സെലിബ്രേഷൻ. അടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോകുമ്പോഴൊക്കെ തന്നെ സ്കൂളിലൊരു ചർച്ചാ വിഷയമായിരുന്നു ഇത്, ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്നൊരു രാജേന്ദ്രൻ ചേട്ടൻ ഞങ്ങൾ വിളിക്കും, ഒരു RTR വർമ്മ, അദ്ദേഹമായിരുന്നു 6 വിക്കറ്റ് എടുത്തതും എനിക്ക് പ്രധാനമായിട്ടും വിജയശില്പി എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഡിസംബറിലാണ് പിന്നെ ഇവിടെ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിൽ ഒരു കോച്ചിങ് ക്യാമ്പ് ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ഒരു സീനിയർ ക്രിക്കറ്റേഴ്സൊക്കെ കൂടെ ചെയ്യുന്ന ക്യാമ്പ്, അല്ലാതെ ഒരു കോച്ചിനെ കൊണ്ടുവന്നിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അതിന് ഞാൻ ചെന്ന് ചേർന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കുറച്ച് അപൂർവമായിരുന്നു. അധികം ആ ക്യാമ്പിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്ന ക്യാമ്പിൽ 20-22 പേരുണ്ടായിരുന്നു. അതിൽ ഒരേ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു. അപ്പോൾ ആ ഒരു പരിഗണനയൊക്കെ കൂടെ എനിക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക പ്രൊജക്ഷൻ കിട്ടി. പ്ലസ് ചെറിയ തോതിൽ വിക്കറ്റ് കീപ്പിങ്ങും ആരംഭിച്ചതുകൊണ്ട് തൃപ്പൂണിത്തുറയുടെ സെക്കൻഡ് ടീമിൽ ഒരു വിക്കറ്റ് കീപ്പർ സ്ഥാനം കിട്ടി. അതെ, ഒരു പക്ഷേ അച്ഛൻ്റെ പാരമ്പര്യം വിചാരിച്ച് തന്നതായിരിക്കും, അറിയില്ല. പക്ഷേ അതൊരു ബാറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്ക് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരെ ഞാൻ ആ കീപ്പിംഗ് കണ്ടിന്യൂ ചെയ്തു. കുറച്ച് വർഷം ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും രഞ്ജി ട്രോഫി ടീമിൻ്റെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇടാറുണ്ട്. 1-2 സമയത്ത് മെയിൻ വിക്കറ്റ് കീപ്പർക്ക് ചില പരിക്കൊക്കെ പറ്റിയ സമയത്ത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് രഞ്ജി ട്രോഫിയിലും. തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി വളരെയധികം കൊല്ലം വിക്കറ്റ് കീപ്പറായിട്ടും ബാറ്റ്സ്മാനായിട്ടും കളിച്ചു. ആ ഒരു കരിയർ ഗ്രാഫ് മുഴുവൻ ഇവിടെ നിന്നാണ് ഉയർന്നു വന്നത്. ഇവിടെ തന്നെ ഈ വിസിറ്റിംഗ് ടീംസായിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഇന്നിങ്സുകൾ കളിക്കുക വഴിയാണ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതും അങ്ങനെയാണ് ഈ ഓരോ സെലക്ഷൻസിൽ എല്ലാം പരിഗണിക്കപ്പെട്ടതും ജൂനിയർ സ്റ്റേറ്റ് കളിക്കുന്നതും. അന്ന് ഒരു ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞ 2 കാറ്റഗറിയേ ഉള്ളൂ. ഈ അണ്ടർ-16 അണ്ടർ-19 എന്നുള്ള ഏർപ്പാടൊന്നുമില്ല. അണ്ടർ-25 സീനിയർ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അണ്ടർ-25 കളിച്ചു.
തിരക്കേടില്ലാതെ സ്കോഴ്സൊക്കെ വന്ന സമയത്ത് രഞ്ജി ട്രോഫിയിലേക്ക് 78-ലാണ് ഒരു പ്രൊമോഷൻ കിട്ടുന്നത്. 1978 കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി ടീമിലെത്തുന്നു. ആ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നത്തെ പോലെയല്ല, സൗകര്യങ്ങളൊക്കെ വളരെ താരതമ്യേന വളരെ കുറവാണ്. കയ്യിൽ നിന്ന് കാശൊക്കെ മുടക്കി നമ്മൾ ടൂർണമെൻറ്റുകൾക്കും ഒക്കെ പോകേണ്ട ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ ശരിക്കും അതൊക്കെ ഉണ്ടാകുന്ന ശരിക്കും ഒരു ഭയങ്കര പാഷനുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഞങ്ങളൊരു ക്രിക്കറ്റ് മാച്ച് കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അപാര പാഷനുള്ള ആളുകൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു നമുക്ക്? ഞാനൊക്കെ കളിച്ചു തുടങ്ങുന്ന സമയപ്പോഴേക്കും സ്റ്റേറ്റ് മാച്ചസിന് കയ്യിൽ നിന്ന് കാശെടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. ക്ലബ് മാച്ചിന് ഓഫ് കോഴ്സ് നമ്മൾ കയ്യിൽ നിന്ന് കാശെടുത്ത് തന്നെ പോയേ പറ്റുള്ളൂ. അതും ചെറിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടി പോകേണ്ടി വന്നാലും പോകണം. കാരണം ഒരുപക്ഷെ ഇവിടുന്ന് എറണാകുളത്തേക്ക് സൈക്കിളിൽ പോയി സൈക്കിൾ അവിടെ വെച്ച് ബസ്സിൽ കയറിയിട്ട് ഇരിങ്ങാലക്കുട ടൂർണമെൻറ്റൊക്കെ കളിക്കാൻ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് അതൊന്നും ഒരു സ്ട്രഗിളൊന്നും ആരും കണക്കാക്കിയിട്ടില്ല. അതൊക്കെ ഒരു രസമായിരുന്നു, അല്ലാതെ വേറെന്താ ഉള്ളത്. അതും അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്താണെന്ന് വെച്ചാൽ എൻ്റെ കരിയർ ഇത്രയും നീണ്ടു നിന്നുകൊണ്ട് ആ ഒരു കാലഘട്ടവും പിന്നെ അവസാനം ക്രിക്കറ്റ് വളരെ സമ്പൽ സമൃദ്ധമായ കാലഘട്ടവും അത് രണ്ടും അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അന്ന് കളിച്ച് നിർത്തിപ്പോയ പലരും കുറേ ബുദ്ധിമുട്ടി അവസാനിപ്പിച്ച ആളുകളുണ്ട്. അതേസമയം എനിക്കിത് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതും എൻജോയ്മെൻ്റ് ആയിരുന്നു, ഇതും എൻജോയ്മെൻ്റ് ആണ്. അല്ലാതെ അതിനൊരു അയ്യോ ഞാൻ അന്ന് കഷ്ടപ്പെട്ടു എന്നൊന്നും എനിക്കിപ്പോഴും പറയാൻ തോന്നുന്നില്ല. വെള്ളയിട്ട് ഗ്രൗണ്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ ബോധേഡായിരുന്നുള്ളൂ. അല്ലാതെ താമസിക്കാൻ കിട്ടിയ മുറി ഏതാണോ, പലപ്പോഴും ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള മുറിയൊക്കെ ആയിരിക്കും. ഈ ഹോണടി കാരണം കിടക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഉറങ്ങാതെയൊക്കെ രാവിലെ ഇട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അതിൻ്റെ ഒരു ടീമിൻ്റെ ജയമാണ് അന്നത്തെ കാലത്ത് അത്രേ നോക്കാറുള്ളൂ. ഇപ്പം 1978 തുടങ്ങിയ രഞ്ജി ജേണി, ഈ ജേണിയിൽ ഇപ്പം നമ്മൾ ഇഷ്ടംപോലെ മാച്ചസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മെമ്മറബിൾ മാച്ച് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? പെട്ടെന്ന് പറയാൻ ഒന്ന്. മെമ്മറബിൾ മാച്ച് എനിക്ക് തോന്നുന്നു, ഞാൻ കർണാടകയായിട്ടുള്ള ഒരു ദാവൺഗരെ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു നല്ലൊരു 68 70 അടുത്തൊരു സ്കോർ അടിച്ചു. അത് കാരണം എന്ന് വെച്ചാൽ അന്ന് അപ്പുറത്തെ ഓപ്പോസിഷൻ ടീം അത്ര ഇതായിരുന്നു. റോജർ ബിന്നി, ഗുണ്ടപ്പ വിശ്വനാഥ്, ബ്രിജേഷ് പട്ടേൽ, കിർമാനി, അവരെല്ലാവരും എഗൻസ്റ്റ് കളിക്കുന്ന ഒരു കർണാടക ഫുൾ ടീമിൻ്റെ രഘുറാം ഭട്ട്, അത്രയും ടെസ്റ്റ് ക്രിക്കറ്റേഴ്സ് 7 പേര് 8 പേര് ഇട്ടുള്ള ടീമിൻ്റെ എഗൻസ്റ്റ് നല്ലൊരു ടീമിൻ്റെ കേരള ടീമിൻ്റെ ടോട്ടൽ തന്നെ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 180 അതിനെ പറ്റിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു 70 റൺ ഞാൻ അടിച്ചു. ഒരു ക്വാളിറ്റി ഇന്നിങ്സ് ആയിരുന്നു. പിന്നെ ഹൈദരാബാദിൻ്റെ എഗൻസ്റ്റ് അതുപോലെ തന്നെ ശിവലാൽ യാദവ്, ഹർഷദ് അയ്യൂബൊക്കെയുള്ള ടീമിൻ്റെ എഗൻസ്റ്റ് ഒരു 86 റൺ അടിച്ചു. പിന്നെ തൃപ്പൂണിത്തുറ പൂജ ക്രിക്കറ്റിൽ ഒരു ഭാരത് ഇലക്ട്രോണിക്സ് ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു നല്ലൊരു ടീമുണ്ടായിരുന്നു. അവരുടെ എഗൻസ്റ്റ് അടിച്ചൊരു 70 റണ്ണാണ് ശരിക്കും എന്നെ ഒരു ക്ലബ് ക്രിക്കറ്ററിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഉയർത്തി കാട്ടാനുള്ളൊരു കാരണം. ട്രിവാൻഡ്രത്ത് വെച്ച് ആന്ധ്രയ്ക്കെതിരെ നേടിയൊരു സെഞ്ചുറി ഉണ്ട്. അതും എൻ്റെ കരിയറിന് വളരെ നല്ലൊരു കയറ്റം നേടിത്തന്നൊരു സെഞ്ചുറി ആയിരുന്നു. അങ്ങനെ കുറേ ഇന്നിങ്സുകളുണ്ട് കളിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ എടുത്ത് ഓരോന്നായിട്ട് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏതാണ് നല്ലത് അതാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഓരോ കളിയുടെ സിറ്റുവേഷനും എല്ലാം അനുസരിച്ച് അതിന് വ്യത്യാസങ്ങളുണ്ടാവും. ബട്ട് എനിവേ കുറേ അധികം നല്ല സന്ദർഭങ്ങൾ ഗ്രൗണ്ടിൽ എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്. അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കർണാടകയ്ക്കെതിരെയുള്ള ഇന്നിങ്സിനെ കുറിച്ച് പറഞ്ഞു. ലെജൻഡറി ടീമായിരുന്നു. അതിൽ റോജർ ബിന്നി എന്നുള്ള പേര്. റോജർ ബിന്നി ഈ അടുത്ത കാലത്ത് സാറിനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മിടുക്കനായ ആക്രമിച്ച് കളിക്കുന്ന ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു പി ബാലചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ ആക്രമണ സൗന്ദര്യം മാത്രമല്ല എന്നെ ആകർഷിച്ചത്, അദ്ദേഹം കുട്ടികളെ കോച്ച് ചെയ്യുന്ന രീതി അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ഏറ്റവും മിടുക്കനായ പരിശീലകരിലുള്ളതാണ് ബാലചന്ദ്രൻ. അതാണ് റോജർ ബിന്നി സാറിനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ശരിക്കും റോജർ ബിന്നിയെ പോലെയൊക്കെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച താരങ്ങൾക്കൊപ്പം ഒരേ കാലഘട്ടത്തിൽ കളിച്ച ആൾക്കാർ, അവരിൽ നിന്നാണ് സാറിന് ഈ അപ്രിസിയേഷൻ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കർണാടകയ്ക്കെതിരെയുള്ള ഇന്നിങ്സ് അല്ല, അത് പക്ഷേ ആ ഒരു ഇന്നിങ്സ് മാത്രമല്ല, റോജർ ഞാനുമായിട്ട് കുറേ അധികം ഒന്നിച്ച് കളിച്ചിട്ടുണ്ട് പല കാറ്റഗറിയിലും. അതുപോലെ തന്നെ ക്ലബ് ക്രിക്കറ്റിലും ഒക്കെ. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്കിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഞാൻ തമിഴ്നാടിനുള്ള പല ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറേ അധികം ഒന്നിച്ചുള്ള മത്സരങ്ങളുണ്ടായിട്ടുണ്ട്, ഒന്നിച്ചുള്ള യാത്രകളുണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കളി ധാരാളം കണ്ടിട്ടുണ്ട് പല ടൂർണമെൻറ്റ്സിലും. രഞ്ജി ട്രോഫിയിൽ മാത്രമല്ല, ഈ ഒരു ഇന്നിങ്സ് കൊണ്ട് അതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ പലതവണയും ഞങ്ങൾക്ക് ഒന്നിച്ച് എഗൻസ്റ്റ് കളിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്.
ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ തിങ്ക് ഞാൻ നന്നായിട്ട് അവരുടെ അടുത്ത് ബാറ്റ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും അന്നത്തെ ഒരു ഇന്ത്യൻ ടീമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി താരങ്ങൾക്കൊപ്പം സാറ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ ഏറ്റവും അധികം സൗഹൃദം സൂക്ഷിക്കുന്ന താരങ്ങൾ ആരൊക്കെയായിരുന്നു ഒരേ കാലഘട്ടത്തിൽ കളിച്ചതിനകത്ത്? അല്ല, ഈ ദക്ഷിണ മേഖലയിലുള്ള എല്ലാവരുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. ഇപ്പോൾ സയ്യിദ് കിർമാനി ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും. കാരണം പിന്നീട് ഞാൻ ഈ സ്റ്റാർ സ്പോർട്സിൻ്റെ കമൻട്രിക്ക് പോകുന്ന സമയത്തൊക്കെ ഇവരെയൊക്കെ ആയിട്ട് എപ്പോഴും പിന്നെ ഒന്നിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അന്ന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സും എല്ലാ രഞ്ജി ട്രോഫി മത്സരങ്ങളും കളിക്കാറുണ്ട്. ഇന്നത്തെ പോലെയല്ല, ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പോഴത്തെ സൗത്ത് സോണിലുള്ള പ്രധാനപ്പെട്ട കളിക്കാരെയൊന്നും നമ്മുടെ പ്ലേയേഴ്സിന് അറിയുപോലും ഉണ്ടാവില്ല ചിലപ്പോഴും. അന്ന് അങ്ങനെയല്ല, ഇവരെല്ലാവരും കളിക്കാറുണ്ട്. ഇപ്പോൾ വിശ്വനാഥൊക്കെ ആയിട്ട് നമ്മൾ അനവധി മാച്ചുകൾ ഒരുമിച്ച് എഗൻസ്റ്റ് കളിച്ചിട്ടുണ്ട്, കിർമാണിയായിട്ട് അനവധി കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസരം അന്ന് ഉണ്ടായിരുന്നു, ആ കാലത്തിൻ്റെ പ്രത്യേകത കാരണം. പിന്നെ ഇന്ന് ഇത്രയും എന്താ പറയുക, ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയായിരുന്നില്ല അന്ന്. എല്ലാവരും തമ്മിൽ മിങ്കിൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും എന്താ പറയുക, PR മാനേജേഴ്സും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒറ്റപ്പെടുന്നൊരു രീതിയായല്ലോ വലിയ ഹൈ ലെവൽ ക്രിക്കറ്റിൽ. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു വ്യത്യാസം കൂടി ഉണ്ട് ഇവരൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബന്ധം തുടരാൻ വേണ്ടിയിട്ട്.